എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ടൈറ്റിൽ വായിച്ചല്ലോ അല്ലേ? നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സവാളത്തൊലി അല്ലേ, നമ്മൾ വെറുതെ കളയുന്ന സവാളത്തൊലി വെച്ചിട്ട് എങ്ങനെ കൃഷിക്ക് പ്രയോജനമാവുന്ന വിധം നമുക്ക് വളം ഉണ്ടാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സവാളത്തൊലി കിട്ടി. അപ്പം ഈ സവാളത്തൊലി വെച്ചിട്ട് എങ്ങനെ നമുക്ക് ചെടികൾക്ക് വളം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. മൊത്തം 3 മെത്തേഡാണ് ഉള്ളത്. ആദ്യ മെത്തേഡാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്ത ശേഷം ഈ സവാളത്തിൽ നേരെ എടുത്ത് വെള്ളത്തിലോട്ട് ഇടുക. വെള്ളത്തിലോട്ട് ഇട്ട ശേഷം ഒരാഴ്ച ടൈം കൊടുക്കണം. ഒരാഴ്ച ടൈം കൊടുക്കുമ്പോൾ ഇത് വെള്ളവും സവാളത്തിലോട്ട് മിക്സ് ആയിട്ട് ഒരു കുഴമ്പ് രൂപേണയാവും. നമുക്ക് ആ ഒരു മിശ്രിതം നമുക്ക് ചെടികൾക്ക് ഡയറക്റ്റ് കൊടുക്കുന്ന എപ്പോഴും രോഗപ്രതിരോധത്തിനും അതുപോലെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്കും അത് ബെറ്റർ ഓപ്ഷനാണ്. അപ്പം അതാണ് ഫസ്റ്റ് മെത്തേഡ്. അപ്പം ഞാൻ ഒന്ന് കാണിക്കുന്നത് എങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളത്. നമ്മൾ സവാളത്തൊലി എടുക്കുക. സവാളത്തൊലി എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ വെള്ളത്തിലോട്ട് കുടഞ്ഞിടുക. ഇതേ നമ്മളൊന്ന് മൂടി വെക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ഇവിടെ കുറച്ച് പഴയൊരു ടൈലേഷൻ കിട്ടി, അപ്പം ഞാൻ അതെടുത്ത് മൂടി വെച്ച് ഇതാകുമ്പോൾ സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു 1 വീക്ക് കഴിഞ്ഞ് നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മെത്തേഡിലോട്ട് പോകാം. മെത്തേഡ് നമ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഈ വാഴയ്ക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ഇതിൻ്റെ ചുറ്റും ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ശേഷം നമ്മുടെ ഇരിക്കുന്ന സവോളയുടെ തൊലി നമ്മൾ അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ. ഇത് ഉണങ്ങിയിട്ട് ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ നോക്കുമ്പോഴേ നമ്മുടെ വാഴത്തോട്ടത്തിൽ ഒരു കൊല കിളി കുത്തിയിരിക്കുന്നു. പിന്നെ അവിടെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ, വെട്ടാൻ ഞാനങ്ങ് തീരുമാനിച്ചു. നല്ലൊരു കൊലയായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ, ഇതാണ് അവസ്ഥ. നമ്മൾ ഈ കൊല വെട്ടിയെടുത്ത് കഴിയുമ്പം ഈ വാഴയൊക്കെ ഉണ്ടല്ലോ, ഈ വാഴയുടെ ഇല നമ്മൾ സൈഡിലുള്ള തെങ്ങിനാണ് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാൾ കഴിയുമ്പോൾ തെങ്ങിന് വളമായിട്ട് തന്നെ മാറും അല്ലേ. ആദ്യ 2 മെത്തേഡ് കഴിഞ്ഞു. ഇനി അടുത്തത് 3ാമത്തെ മെത്തേഡ്. എനിക്ക് ഈ സവോളയുടെ വേസ്റ്റ് വന്നതേ അടുത്തുള്ള നമ്മുടെ ഒരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. ഞാൻ അവരോട് കാര്യം പറഞ്ഞപ്പം അവരെനിക്ക് കുറച്ച് പച്ചക്കറികളുടെ വേസ്റ്റ് കൂടെ തന്നായിരുന്നു. ഞാനിവിടെ ഓൾറെഡി ഒരു കമ്പോസ്റ്റ് നിർമ്മാണത്തിന്റെ പ്രിപ്പറേഷനിലാണ്. ഈ ടാങ്കിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ഇതിനിടയ്ക്ക് ഒരു മിശ്രിതം ഒഴിക്കുന്നുണ്ട്. അതെനിക്ക് ഈ ടാങ്ക് വാങ്ങിയ സ്ഥലത്തു നിന്നാണ് കിട്ടിയതാണ്. ഇത് പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു 1.5 മാസത്തേക്ക് ആകുമ്പോഴേക്കും നമുക്കിത് നല്ല ജൈവവളമായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഈ ടാങ്കിലേക്ക് ഇത് നിറച്ചിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു അടപ്പുണ്ട്, ആ അടപ്പ് വെച്ച് അടച്ചു വെക്കും. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയെടുത്ത ഒരു കമ്പോസ്റ്റാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. തടമൊക്കെ ഇനി ശരിക്കും വൃത്തിയാക്കാൻ കിടക്കുന്നു. ആഹാ, തടത്തിലൊരു തേങ്ങ കിടപ്പുണ്ടല്ലോ. നല്ല തേങ്ങ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ 3 രീതിയും ഞാൻ കാണിച്ചു. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ ഏതാണ് എഫക്റ്റീവായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.